ഞാൻ ഈ പറയുന്ന വ്യക്തിയായിട്ട് എനിക്ക് ക്രഷ് ഉണ്ട്, വന്ദേ ഭാരത് ട്രെയിനകത്ത് പോയി. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിപ്പിംഗ് ആഡ് ചെയ്യാം. ഞാൻ വന്ദേ ഭാരത് ട്രെയിനകത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് ഇവർ രണ്ടുപേരുടെ അടുത്താണ്. അതുലിന്റെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ് ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആണ് ഇന്നലെ വിവിയുടെ വീഡിയോയിൽ എൻ്റെ പേരും കൂടി പറഞ്ഞ് ഞങ്ങളൊരു ട്രെയിൻ യാത്രയും കൂടി അവ എടുത്ത് അവിടെ കാണിച്ചത്. അപ്പോൾ അത് കള്ളമാണോ സത്യമാണോ എന്ന് എനിക്ക് കൂടി പറയണ്ടേ. അവൻ എന്തിനു നമ്മളെ പിടിച്ചിരുന്ന? ഞാൻ എന്തെങ്കിലും ചെയ്ത ഇല്ലല്ലോ. അപ്പോൾ അവൻ എന്തിനു എൻ്റെ പേര് പിടിച്ചിട്ട അല്ലേ? അപ്പോൾ ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ തരണ്ടേ. അപ്പോൾ വന്ദേ ഭാരതിൽ ഒരു വ്യക്തിയുമായിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു അലിഗേഷനാണ് എടുത്ത് വിവിയുടെ തലയിൽ വെച്ചു കൊടുത്തത്. അത് മോശമായ രീതിയിൽ ഇന്റൻഷൻ വെച്ചിട്ടാണ് വിവി ആ വ്യക്തിയോട് പോയത് എന്ന് വരെ പറഞ്ഞാക്കി. ഈ പറയുന്ന ഒരു ആരവൊക്കെ വന്നിട്ട് സായിയുടെ അടുത്തൊക്കെ പറഞ്ഞ കേസെന്നാണ് സായി എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ ഒരാൾ വയ്ക്കുമ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്നു എന്ന ഒരു വ്യക്തി എന്ന സ്ഥിതിക്ക് എനിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം. കാരണം ഇന്നലെ വിവി ആ വീഡിയോയിൽ കൂടി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ വിവി പറഞ്ഞ ആദ്യം കൊടുക്കാം, എന്നിട്ട് ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ പറയാം. ഞാൻ ഈ പറയുന്ന വ്യക്തിയായിട്ട് എനിക്ക് ക്രഷ് ഉണ്ട്, വന്ദേ ഭാരത് ട്രെയിനകത്ത് പോയി. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിപ്പിംഗ് ആഡ് ചെയ്യാം. ഞാൻ വന്ദേ ഭാരത് ട്രെയിനകത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് ഇവർ രണ്ടുപേരുടെ അടുത്താണ്. അതുലിന്റെ അടുത്തും വിജയരാജിന്റെ അടുത്തുമാണ്. ഞങ്ങൾ ആദ്യമേ ഞാനും ഈ പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് നേരത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവസാന നിമിഷമാണ് ഈ പറയുന്ന രണ്ടുപേര് മറ്റേ വിജയരാജ് ആയാലും അതുലും കൂടി വന്നതും ഞങ്ങൾ ഈ പറയുന്ന ഒരേ ട്രെയിനിൽ പോവുകയും ഞാൻ അവന്മാരുടെ കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പം ഈ ഒരു വിഷയത്തിനകത്തൊക്കെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാര്യം ഒരു രീതി പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാര്യം ആ പെൺകുട്ടിയെടുത്ത് നമുക്ക് ക്രഷ് തോന്നി, മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ട് നോക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ പറ്റും? ഞാൻ ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, അങ്ങനെ ഒരു കേസേ ഇല്ല. അല്ലെങ്കിൽ പ്രൂവ് ഇറ്റ്. ഞാൻ അത്രേ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അലിഗേഷൻ, സീരിയസ് അലിഗേഷൻ ഒക്കെ എന്റെ പുറത്ത് വെക്കുമ്പോഴത്തേക്ക് അത് പ്രൂവ് ചെയ്യുക. അതെ, അത് പ്രൂവ് ചെയ്യാം. കാര്യം നടന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ പോണ സമയത്ത് വിവി ഇതുപോലെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇത്രയും ലോങ് ഇല്ല യാത്ര ചെയ്യാൻ, എനിക്ക് വയ്യ, ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും ലോങ് യാത്ര ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് ആ വിജയരാജും അതുപോലെ തന്നെ ആദ്യം നമുക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്ന്. അപ്പോൾ പിന്നെ വിവി എന്ത് ചെയ്തു? വിവിയും ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ട്രെയിൻ ബുക്ക് ചെയ്തു. വന്ദേ ഭാരതാണ് ബുക്ക് ചെയ്തത്. അവർ ബുക്ക് ചെയ്ത്. അപ്പോൾ അവർക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ആയല്ലോ, സെറ്റായല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ബാക്ക് ഇരിക്കെ ഞാനും പറഞ്ഞ് എങ്കിൽ നമ്മളും വരാടാ, നമുക്ക് വേറെ അന്നത്തെ ദിവസം വേറെ പ്ലാനിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ യാത്ര ഇത്രയും ദൂരം പോകണ്ടേ എന്നുള്ള രീതിയിൽ. പിന്നെ വന്ദേ ഭാരത് ആയതുകൊണ്ട് വലിയ ക്ഷീണമില്ലാതെ പോവാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഓക്കെ പറഞ്ഞു. നമ്മൾ അടുത്ത് ബുക്ക് ചെയ്ത് വിവി തന്നെ ബുക്ക് ചെയ്ത്. വിവി ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് നമുക്ക് അയച്ചു തന്നു. അപ്പോൾ ബുക്ക് ചെയ്ത് അപ്പോൾ അവര് മറ്റേ അപ്പുറത്തായിരുന്നു, നമ്മൾ അതിന്റെ ഇപ്പുറത്തായിരുന്നു. കാരണം നമുക്ക് ഇപ്പുറത്തെ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തായിരുന്നു. അപ്പോൾ വിവിൻ ഈ പറയുന്ന വ്യക്തിയും അപ്പുറത്തായിരുന്നു, നമ്മൾ രണ്ടും ഇപ്പുറത്തായിരുന്നു. ഇപ്പുറത്തെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ബോഗിയിലായിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ അവിടെ ഈ പറയുന്ന പോലെ കൊല്ലത്ത് വെച്ചിട്ട് വിവി കയറി. ഞാനും വിജയരാജൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കയറിയത്. കൊല്ലത്ത് വെച്ചിട്ട് വിവിയും കയറി. അപ്പോൾ ഈ പറയുന്ന വിവിയെയും മറ്റേ വ്യക്തിയെയും ഞാനും കണ്ടായിരുന്നു, വിജയരാജൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അവർ രണ്ടുപേരും അപ്പുറത്ത് കയറി, നമ്മൾ രണ്ടും ഇപ്പുറത്ത് കയറി. പക്ഷേ ഓട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പം എന്ത് ചെയ്ത് ഈ വിവി ഞാനും വിളിച്ച്, വിവി നമ്മളെ വിളിച്ച്, അങ്ങനെ നമ്മൾ സംസാരിച്ച് അടുത്ത് പതുക്കെ നമ്മളെ രണ്ടുപേരും കൂടി എന്ത് ചെയ്ത് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന്. എവിടെ? ഈ പറയുന്ന ഞാൻ ആ വീഡിയോസ് ഐഡി കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ വീഡിയോസ് എടുത്ത് പിന്നെ ലൈവ് പോയി യൂട്യൂബിൽ വിജയരാജിന്റെ ചാനലിലൊക്കെ എന്തോ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയാണ് നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത്. ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് വിവി ഒരു മോശമായ രീതിയിലും അവിടെ പെരുമാറിയതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നടക്കാനുള്ള സാഹചര്യമില്ല. കാരണം കൂടുതൽ നേരം അവൻ നമ്മളെ കൂടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറയുന്ന വന്ദേ ഭാരതിന്റെ അകത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെന്നുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. അത്രയ്ക്ക് വിവി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇന്നേ വരെ ഈ അലിഗേഷൻ വെച്ചപ്പോൾ ആ വ്യക്തി ഇതുവരെ വിവിക്കെതിരെ വന്നിട്ട് വിവി അങ്ങനെ എന്നോട് പെരുമാറി, മോശമായ രീതിയിൽ പെരുമാറി എന്നൊന്നും ഒരു സാധനം ഇതേവരെ പറഞ്ഞിട്ടില്ല. പിന്നെ വിവി പറയാണ്ട് വിവി അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് പോയെന്ന് മറ്റുള്ള വ്യക്തികൾ പറയുമ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിവി ആ വ്യക്തി പോലും ഇതുവരെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അലിഗേഷൻ. പിന്നെ ഇനി ആ വ്യക്തി പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ കല്യാണത്തിനൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത സമയത്തും ഈ പറയുന്ന വ്യക്തിയും വിവിയും ഒരുമിച്ചായിരുന്നു ഫുൾ ടൈം. അവർ ഒരുമിച്ച് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളായിട്ട് നടന്ന്. അപ്പൊ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ മോശമായി പെരുമാറിയ ഒരു വ്യക്തിയുടെ കൂടെ ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ നടക്കുമോ? ഇല്ല. അപ്പൊ അത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യം പറയുമ്പോൾ അത് മോശമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ്.
അങ്ങനെ ഒരിക്കലും വിവി അവിടെ ചെയ്തിട്ടില്ല ട്രെയിനിൽ വെച്ചിട്ട്. പിന്നെ അവൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെന്നൊക്കെ ചുമ്മാ അങ്ങ് ആരവാണെന്ന് തോന്നല്ലേ അത് പറഞ്ഞു കൊടുത്തത്. അത് ഭയങ്കര മോശമാണ് ഇല്ലാത്ത കാര്യം ഒരാളെ പറ്റി പറയുന്നത്. നീ അത് പ്രത്യേകിച്ച് ഇനി തളർത്താൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിന്റെ പേരിലൊരു കേസായി കഴിഞ്ഞാൽ അത് മതിയല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ കണ്ടുകൊണ്ടിരുന്ന നമ്മള് പൊട്ടന്മാരല്ല. നമ്മളെ കൂടെയാണ് വിവി ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു രീതിയിൽ മോശമായ രീതിയിൽ അവൻ അന്ന് അപ്രോച്ച് ചെയ്തിട്ട് എനിക്കറിയത്തില്ല. കാരണം അവിടെ നമ്മൾ ആ ഒരു മറ്റേ ഡോറിന്റെ അവിടെ നിൽക്കുമല്ലോ, ഞാനും വിവിയും വിജയരാജും കൂടെ അവിടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തത്. അത് വിജയരാജ് ലൈവൊക്കെ പോയിട്ടുണ്ട്, അവൻ്റെ ചാനലിലേക്ക് ചെയ്താലപ്പോൾ കാണുമായിരിക്കും. പിന്നെ നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ സമയമ്പോൾ വിവി വീണ്ടും അങ്ങ് പോകും ഫുഡ് അവിടെ എത്തുമ്പോൾ. കാരണം അവിടെ ഇരുന്നല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകും, മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ഒരുമിച്ചായിരുന്നടേ ചുമ്മാ അവനെ പറ്റിയിട്ട് ഇല്ലാത്ത കള്ള കഥയും പറഞ്ഞുണ്ടാക്കി. പിന്നെ ഈ പറയുന്ന വ്യക്തി പോലും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല വിവിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മോശമായൊരു സാധനം ഉണ്ടെന്നും. അപ്പൊ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതൊന്നും എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പിന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പെണ്ണിന്റെ പേരിലൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നാട്യ കേസെന്ന്. പക്ഷേ വന്ദേ ഭാരതിൽ വെച്ചിട്ട് ഇങ്ങനെ വിവി മോശമായി പെരുമാറാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ വേണമെങ്കിൽ ഒന്ന് ക്യാമറ എടുക്കാം, ചെക്ക് ചെയ്യാം അവിടുത്തെ ക്യാമറയോ കാര്യങ്ങളോ. പക്ഷേ സത്യം പറയാലോ, ഇല്ലാത്ത കാര്യം ഒരാളെ പറ്റി പറയുമ്പം അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെന്തോ എനിക്ക് ഭയങ്കര ഒരു മോശം പ്രവൃത്തിയായിട്ട് തോന്നി അവനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ. ഒരു പെണ്ണിന്റെ പേരിൽ ഇനിയിപ്പോൾ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പേരിൽ കൊണ്ടിടാമല്ലോ. ആരവ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരവ വളരെ മോശമാണ്. നീ ഇല്ലാത്ത നിനക്കല്ലെങ്കിലും നീ തള്ളു വീരനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചു വിട്ട് അടിയുണ്ടാക്കുന്ന ഒരു ടീമാണ് നീയെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അത് ഭയങ്കര മോശമാണ്. ഇനിയിപ്പോൾ ഉള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാണ് ഓക്കെ, ഇതിപ്പോൾ ഇല്ലാത്ത കാര്യം. ഇനിയിപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞ് ഈ ഒരു കേസെടുത്ത് അവൻ്റെ തലയിടുമ്പോൾ ജനങ്ങൾ ഉറപ്പായിട്ട് അവനെതിരെത്തിയിട്ട് അപ്പം നീ ആ ഉദ്ദേശത്തോടെയാണ് അന്ന് പോയത് എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് അവനെതിരെ ആൾക്കാർ മുന്നോട്ട് വരും. അതിനുള്ള സാധനമാണ് എടുത്തിട്ട് കൊടുത്തത്. എന്തായാലും കൊള്ളാം. വന്ദേ ഭാരതിൽ മൊത്തം ഞാനും വിജയരാജും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത് ആ ഒരു വഴിയിലാണ്. അന്ന് ഞാൻ പറഞ്ഞ പോലെ ലൈവ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഞാനും ഇൻസ്റ്റയിലൊക്കെ എൻ്റെ ഇൻസ്റ്റ പേജ് ചെക്ക് ചെയ്താലും കാണാം. അന്ന് അതേ ഡേറ്റിൽ നമ്മൾ പോയ സാധനമാണ്. അതേ ഡേറ്റിൽ 16 എന്താണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് ഓർമ്മയില്ല. അതേ ഡേറ്റിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുമിച്ച് പോയതും. പിന്നെ ഈ പറയുന്ന വിവിക്ക് അന്ന് എന്തോ കാലിന് ചെറിയ വേദന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവന് ആ ഒരു ടൈമിൽ. അവനെന്തോ അത് ആദ്യമല്ലെന്നോ ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അവന് കാലിൽ നടക്കാൻ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരുത്തനെ പറ്റിയിട്ട് മറ്റേ രീതിയിൽ ഉദ്ദേശിച്ചിട്ട് പോയെന്നൊക്കെ പറയുമ്പോൾ കാലും കൂടി വയ്യാതിരിക്കണം. അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ആരവേ ഇത് തള്ളി വിട്ട് കൊടുത്തപ്പോ അതില്ലാത്തല്ലോ അവന് കാല് വരെ വയ്യാതിരുന്നു. അവൻ അന്ന് കൊന്നിയൊക്കെയാണ് നടന്നത്. കല്യാണ സമയത്തൊക്കെ അത്യാവശ്യം പിടിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ റോഡ് വഴി നടന്നു വന്നപ്പം ഈ ഒരു 100 മീറ്റർ അവന് നടക്കാൻ പറ്റാണ്ട് ഒരു 200 മീറ്ററിന്റെ അകത്ത് ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ രാത്രി വെളുപ്പാൻ കാലത്ത് 3 മണിക്കെന്തോ അപ്പോൾ പോയപ്പോൾ ഒരു 200 മീറ്റർ നടക്കാൻ മടിച്ചിട്ട് ഓട്ടോ പിടിച്ച് പോയവനാണ് വിവി. മനസ്സിലായി? അത്രയ്ക്ക് അവന് കാലൊന്ന് വയ്യായിരുന്നു. അപ്പൊ അവനെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യം പറയുമ്പോൾ അത് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ മോശമാണ്. അന്ന് അവൻ ഒട്ടും വയ്യാതൊക്കെ കാല് വയ്യാതൊക്കെയാണ് അവൻ വന്ന് കല്യാണത്തിന് വന്നത്, എനിക്കത് ഓർമ്മയുണ്ട്. അപ്പോൾ 200 മീറ്റർ പോകാൻ മടിച്ചിട്ട് 50 രൂപയാണ് ഓട്ടോയ്ക്ക് വാങ്ങിച്ചത്. ആ ഓട്ടോയും പിടിച്ച് അവൻ അപ്പുറത്ത് പോയവനാണ് അവൻ. അത്ര നടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ചുമ്മാ ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ആ സിറ്റുവേഷനിൽ ആ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയ്ക്ക് എനിക്കിത് പറയണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.